നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. അന്യസംസ്ഥാന തൊഴിലാളികൾ, അങ്ങനെ പറയാൻ പാടില്ല, അതിഥി തൊഴിലാളികൾ എന്ന് പറയണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ്. ശരിക്കും ഇപ്പോൾ ഈ മലയാളികൾ പുറത്താണ്, ബംഗാളികളും അതുപോലെ തന്നെ മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുമാണ് കേരളത്തിലുള്ളത്. ഈ അടുത്ത കാലത്തൊരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ബംഗാളും അല്ലെങ്കിൽ മലയാളിയും കൂടെ ചേർന്ന് മലങ്കാളിയായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരിത്. ഇതിൽ ഒരു നമ്മൾ ഭയപ്പെടേണ്ട വിഷയമുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ വർദ്ധിച്ചു വരുന്നത്, കൃത്യമായ ഇവരുടെ കണക്കില്ല എന്നൊക്കെ ഉള്ളത്, അത് ഒരു വശത്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഈ വോട്ടവകാശം മലയാളിക്കുണ്ടാകില്ല, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കേ ഉണ്ടാകുള്ളൂ എന്നുള്ള ചില വാദങ്ങൾ മറ്റൊരു വശത്ത് ഉയർന്നു വരുന്നു. നമ്മുടെ അമ്പലമുക്കും പള്ളിമുക്കും ഒക്കെ മാറി ഇപ്പോൾ ബംഗാളി മുക്കുകളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ആഹാര രീതി അതെന്തായിരിക്കണമെന്നിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ. എല്ലായിടത്തും അവരുടെ അതിപ്രസരം മാത്രമാണുള്ളത്. ശരിക്കും മലയാളികൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? പ്രക്ഷോഭ പറഞ്ഞതിന് ആദ്യമേ തന്നെ ഒരു തിരുത്തുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളല്ല, അവരിപ്പോൾ അന്യസംസ്ഥാന മുതലാളികളാണ്. കാരണം കേരളത്തിലേക്ക് കടന്നു വന്നത് അവർ ആദ്യം തൊഴിലാളികളായിട്ടായിരുന്നു. കേരളത്തിൽ ഒരു അടിസ്ഥാന ജോലികൾ ചെയ്യാൻ, ഒരു അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജോലിക്കാരായിട്ട് അല്ലെങ്കിൽ ഹോട്ടൽ ജീവനക്കാരായിട്ട് ഇങ്ങനെ തൊഴിലാളികളായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു വലിയ വിഭാഗമാണ്. 1990കളുടെ ഒരു മധ്യത്തിലാണ് ആ ഒരു ഒഴുക്ക് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അവർ മുതലാളിമാരാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഹോട്ടലുകളും, വലിയ ഹോട്ടലുകളുടെ കാര്യമല്ല, റെസ്റ്റോറൻറ്റുകൾ, ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ അവർ നേരിട്ട് നടത്തുന്നു. ഒരുപാട് ചപ്പാത്തി യൂണിറ്റുകൾ, ഈ ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റുകൾ, അപ്പ നിർമ്മാണ യൂണിറ്റുകൾ, ഭക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി മേഖലകൾ ഇന്നവർ കൈകാര്യം ചെയ്യുകയാണ്. അവരുടെ ഉടമസ്ഥതയിൽ കേരളത്തിൽ നടക്കുകയാണ്. വലിയ നെറ്റ്വർക്കാണത്. വസ്ത്രവ്യാപാര രംഗത്ത്, ഈ ചെറുകിട വസ്ത്രവ്യാപാര രംഗം അവർ പൂർണ്ണമായി ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നു. പല ഭാഗങ്ങളിലും അവർ ചെറുകിട വസ്ത്രവ്യാപാര യൂണിറ്റുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു. പിന്നീട് ഈ ശീതളപാനീയങ്ങൾ, അങ്ങനെയുള്ള വിൽപ്പന കേന്ദ്രങ്ങൾ, കോൺട്രാക്റ്റ് ജോബുകൾ, നേരത്തെ മലയാളികൾ തന്നെയായിരുന്നു ഈ കോൺട്രാക്റ്റുമാർ. ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നത്, അല്ലെങ്കിൽ പ്ലംബിങ്, ഇൻറ്റീരിയർ ഡിസൈന്, ആശാരിപ്പണി, അങ്ങനെയുള്ളതൊക്കെ ഈ മലയാളികൾ കോൺട്രാക്റ്റുമാർ അവർ അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ അതിലും മാറ്റം വന്നിരിക്കുന്നു. ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകൾ തന്നെ കോൺട്രാക്ടർമാരായി മാറി. അവരുടെ നാട്ടിൽ നിന്ന് കുറേ പേരൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ ജോലിക്കാരാക്കുന്നു. അപ്പോൾ നമ്മുടെ തൊഴിലിടം പൂർണ്ണമായി നമ്മുടെ കൈവിട്ട് പോകുന്നൊരു കാഴ്ചയാണ്. തൊഴിലിടത്തിൻ്റെ നിയന്ത്രണം, അത് ആഹാര മേഖലയിലായാലും വസ്ത്രവിൽപ്പന മേഖലയിലായാലും മറ്റ് അടിസ്ഥാനപരമായ ഒരുപാട് ജോലികളുടെ കാര്യത്തിൽ, കോൺട്രാക്റ്റ് വർക്ക്സിൻ്റെ കാര്യത്തിലായാലും നമ്മളുടെ കൈവിട്ട് പോവുകയാണ്. മലയാളികൾക്കിപ്പോൾ ഇവിടെ തൊഴിലില്ല എന്ന് കേഴുന്നു ഒരു വിഭാഗം. മറുവശത്ത് തൊഴിലുകൾ മുഴുവൻ അന്യസംസ്ഥാന തൊഴിലാളികളും അന്യസംസ്ഥാന സംരംഭകരെന്ന് നമ്മൾ അവരെ അഭിസംബോധന ചെയ്യേണ്ടി വരും. സർക്കാർ വലിയ പിന്തുണയാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ഏറ്റവും ഒടുവിൽ സർക്കാർ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം 5,40,000-ഓളം അന്യസംസ്ഥാന ആളുകളാണ്. തൊഴിലാളികളെന്ന് നമുക്കിപ്പോഴും പറയുക വയ്യ, കാരണം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, സംരംഭകരുണ്ട്, കോൺട്രാക്ടർമാരുണ്ട്. അപ്പോൾ അത് വിവിധ ശ്രേണികളിൽപ്പെട്ടവരാണ്. എന്നാൽ മലയാളികളുടെ കാര്യത്തിലോ, മലയാളികൾ വലിയൊരു വിഭാഗം ഇപ്പോൾ തൊഴിലന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന വലിയൊരു ശൈലി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ തുടർന്നിരുന്നു. ഇപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങൾ അതിൽ വരുന്നു. ഇപ്പോൾ പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അങ്ങോട്ടേക്കുള്ള കുടിയേറ്റം കർശനമാക്കിയിരിക്കുന്നു. അമേരിക്ക കർശനമാക്കി, കാനഡ ഒട്ടേറെ നിബന്ധനകൾ കൊണ്ടുവന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വലിയ തോതിൽ പരിമിതപ്പെടുത്തിയ ഈ സാഹചര്യത്തിൽ ഇനി മലയാളികളുടെ ജീവിതം അത്ര ഭദ്രമായിരിക്കില്ല. ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് ആദ്യമേ തന്നെ പരിശോധിക്കാം. 2013 ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പഠനം നടത്തിയിരുന്നു. അതിലേകദേശം 25 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉണ്ടാകുമെന്നാണ് ഒരു അനൗദ്യോഗിക റിപ്പോർട്ട്. 2013 കണക്കുകൾ 2020 ഏറെ വേറിട്ട് ഏകദേശം 40 ലക്ഷത്തോളം അന്യസംസ്ഥാനക്കാർ കേരളത്തിലുണ്ട് എന്നതാണ് അനൗദ്യോഗിക കണക്ക്. 2025 നിൽക്കുമ്പോൾ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം, പ്രത്യേകിച്ച് മാധ്യമ റിപ്പോർട്ടുകൾ ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ 48 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്ക്. എന്നാൽ കേരളത്തിൽ നിന്ന് വിദേശങ്ങളിലേക്ക് പോയ മലയാളികളുടെ എണ്ണം എടുത്താൽ അത് ഏകദേശം 25 ലക്ഷത്തോളം വരും. അന്യസംസ്ഥാനങ്ങളിലേക്ക് പോയവർ 25. അപ്പോൾ
ഇവിടെ ഒരു പക്ഷേ വോട്ടവകാശമുള്ള 1/3 ആളുകൾ ഉണ്ടാകാൻ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തൊഴിലാവശ്യങ്ങൾക്കും തൊഴിലിടങ്ങൾ തേടിയുമൊക്കെ പോയിട്ടുണ്ടാവാം. എക്സാക്ട്ലി 1/3 ആയിരിക്കത്തില്ല. പക്ഷേ കേരളത്തിലേക്ക് വന്നു ചേർന്ന ഈ അന്യസംസ്ഥാനക്കാർ ഒരുപക്ഷെ നാളെ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഒരു മന്ത്രിയായി ഇരിക്കില്ല എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദം വരെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ഒരു ഭയാനകമായ ഒരു സാഹചര്യം. ഭയാനകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഗുജറാത്തിലുണ്ട്, നമ്മൾ ഡൽഹിയിലുണ്ട്, നമ്മൾ ചെന്നൈയിലുണ്ട്, ബംഗളൂരുവിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ വോട്ടവകാശം വിനിയോഗിക്കുന്നുണ്ട്. അവിടെയുള്ള സംസ്കാരവും ജനതയുമായി നമ്മൾ ചേർന്ന് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പ്രകടമായൊരു വ്യത്യാസമുണ്ട്. ഇത് ചെറിയ ന്യൂനപക്ഷം മാത്രമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മംഗലാപുരത്തൊക്കെ 4 മലയാളികൾ കൂടി എന്തെങ്കിലും ചണ്ട ഉണ്ടാക്കിയാൽ അവരെ അടിച്ചു കൊടുക്കുന്ന കാഴ്ച. ഇതേ അനുഭവം തന്നെ ബംഗളൂരുവിലും ചെന്നൈയിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ മലയാളികൾ വലിയ അധിക പ്രസംഗമില്ലാതെ ഭയപ്പെട്ട കഴിയുന്നു. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഇവിടെ കേരളത്തെ നടുക്കിയ, നമ്മുടെ ചോര മരവിപ്പിക്കുന്ന എത്ര കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഈ അന്യസംസ്ഥാനക്കാരാണ്. ഏറ്റവും ഒടുവിൽ ഗോവിന്ദച്ചാമിയുടെ ഞെട്ടിക്കുന്ന ക്രൂരതകൾ നമ്മൾ എത്രയോ വട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ഈ മനുഷ്യരിലെ ക്രിമിനൽ വിഭാഗക്കാർ എത്രയുണ്ട്, ബംഗ്ലാദേശികൾ എത്രയുണ്ട്, മ്യാൻമറിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് അനധികൃതമായി കുടിയേറിയവർ എത്ര പേരുണ്ട്? ഇതിലൊന്നും പ്രത്യേകിച്ചൊരു കണക്ക് അധികൃതരുടെ കൈവശമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏകദേശം 48 ലക്ഷത്തോളം അന്യസംസ്ഥാനക്കാർ ഇവിടെയുണ്ട്, അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനക്കാർ ഇവിടെയുണ്ട് എന്ന കണക്കുകളുടെ സ്ഥലത്ത് സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിക്ക് വേണ്ടിയിട്ട് 5,80,000 പേർ മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ കേരളത്തിലെ അന്യസംസ്ഥാനക്കാരെക്കുറിച്ച് സർക്കാർ യാതൊരുവിധ ഔദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തുവിടുന്നില്ല. അപ്പോൾ ഒട്ടനവധി ദുരൂഹതകൾ ഈ മേഖലയുമായി കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. ഇതിനിടയിൽ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ചില റിപ്പോർട്ടുകളും നമുക്കിപ്പോൾ പങ്കുവയ്ക്കാം. അതും കൂടുതൽ നമ്മെ ഭയപ്പെടുത്തുന്നതാണ്. നമ്മളിപ്പോൾ പറയുന്നത്, നമ്മൾ പൊതുവേ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരെയും അങ്ങ് ബംഗാളികൾ എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഈ ബംഗാളികൾ മാത്രമല്ല, ബീഹാറികൾ, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ, മ്യാൻമാറിൽ നിന്ന്. അപ്പോൾ അത്തരത്തിൽ ഈ കൊടും ക്രിമിനലുകളൊക്കെ ഒരു സുരക്ഷാ താവളമായി മാറ്റിയിരിക്കുന്നത് കേരളമാണ്. ഇവർക്ക് ഈ സ്വന്തമായി ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ ഐഡികളും ഉണ്ടാക്കി കൊടുക്കാൻ, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ ഓരോ സംഘങ്ങൾ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഏജൻസികൾ നെറ്റ്വർക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ശരിക്കും അവർ ഇവിടുത്തുകാരായി അങ്ങ് പരിപൂർണമായി മാറുന്ന ഒരു കാഴ്ച. അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കാൻ കുറേ ആൾക്കാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതിനെ നമ്മൾ എന്തെങ്കിലും ഈ സാധാരണ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ചർച്ചയാകാറുള്ളത് ഇവരെന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെടുമ്പോൾ മാത്രമാണ്. ആ ഒരു സമയത്ത് മാത്രമാണോ നമ്മൾ ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പോൾ ചെല്ലുന്ന ഈ കേസുകളുടെ എണ്ണം എടുത്താൽ മതി. അതിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടുന്നു. പല ബലാത്സംഗ ശ്രമങ്ങൾ, പിടിച്ചുപറികൾ, ഇതൊന്നും മുഖ്യധാരയിലേക്ക് വരുന്നില്ല. കാരണം കേരളത്തിൽ ഒരു കൊലപാതകം നടന്നാൽ പോലും അതൊരു ചെറിയ വാർത്തയാണ്. ആ കൊലപാതകത്തിൻ്റെ ക്രൂരത വിവരിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, ഒരു ഇത് കിട്ടിയാൽ മാത്രമേ അത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നിശബ്ദമായ പല ആക്രമണങ്ങളും ഇപ്പോൾ നടക്കുന്നു. നിശബ്ദം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടാത്ത തലത്തിൽ. പക്ഷേ നേരത്തെ പ്രശോഭ പറഞ്ഞതുപോലെ കേരളത്തിൽ വരുന്ന അന്യസംസ്ഥാനക്കാർക്ക് ഇവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ സംവിധാനമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് ജീവിക്കാനുള്ള തുല്യതയുണ്ട്, തുല്യ അവകാശങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു സന്ദർഭമാണ്. ബീഹാറിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിൽ ഒരു വോട്ടർ പട്ടികയുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ഇത്ര ശാസ്ത്രീയമായ തലത്തിൽ എന്നവർ അവകാശപ്പെടുന്ന ഒരു പുനഃക്രമീകരണം നടത്തുന്നത്. അപ്പോൾ ആ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് പേര് ചേർക്കാൻ, അവിടെ വീടുള്ളവർ എന്നാൽ അവിടെ സ്ഥിരമായി താമസിക്കാത്തവരുടെ പേര് വെട്ടിക്കളയാൻ ഒക്കെ വലിയ ഒരു മാർഗരേഖ അവർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് പൂർണ്ണമായി പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. ബീഹാറിൽ നിന്ന് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലാവശ്യങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടർ പട്ടികയിലെ പേര് വെട്ടിമാറ്റപ്പെടും. ഏത് ബീഹാർ സംസ്ഥാനത്ത്
പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു അവർ ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത്, തൊഴിൽപരമായ ആവശ്യങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ താൽക്കാലിക താമസമായിരിക്കാം, അവർക്ക് അവിടെ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാമെന്ന്. എന്ന് പറഞ്ഞാൽ ബീഹാറുകൾക്ക് ഇവിടെ അവരുടെ വോട്ടവകാശം നഷ്ടപ്പെട്ട ബീഹാറുകൾക്ക് ഇനി കേരളത്തിൽ വോട്ടർ പട്ടികയിലേക്ക് കടന്നു വരാം. അവർക്കിവിടെ ഒരു താൽക്കാലിക റെസിഡൻസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാൽ മതി. റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് ഏകദേശം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഏകദേശം 11ഓളം രേഖകൾ പറയുന്നുണ്ട്. അതിലേതെങ്കിലുമൊക്കെ 2 രേഖകൾ സംഘടിപ്പിച്ചാൽ അവർക്ക് ഇവിടെ വോട്ടർ പട്ടികയിലേക്ക് വരാം. CPM മുതിർന്ന 2 നേതാക്കൾ ഇപ്പോൾ ഈ കാര്യങ്ങൾ പരസ്യമായി ഏകോപിപ്പിച്ച് സംഘടിതമായി അന്യസംസ്ഥാനക്കാരെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇത് വലിയ തോതിൽ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ സംഘടിതമായി കേരളത്തിൽ നടക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന സൂചനകൾ, റിപ്പോർട്ടുകൾ. പാർട്ടിയിലെ തന്നെ ചില ഉന്നതർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു സൂചനയാണ്. വോട്ടർ പട്ടികയിലേക്ക് അവർ കടന്നു വരുമ്പോൾ ഈ അന്യസംസ്ഥാനക്കാരെ സംബന്ധിച്ച് ഈ ഇടതുപക്ഷ സർക്കാരിനോട് അവർക്ക് വലിയ മമതയുണ്ട്. കാരണം അവരെ ചേർത്ത് പിടിച്ചൊരു സർക്കാരാണ്. അവർക്ക് ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു. അവരുടെ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ജനകീയ ഇടപെടലുകൾ ഈ സർക്കാർ നടത്തി. അതൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ഈ സർക്കാർ വിജയിച്ചിട്ടുണ്ട്, പാർട്ടി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തുടരണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം അന്യസംസ്ഥാനക്കാരുണ്ട്. അവരെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിലേക്ക് കൊണ്ടുവരുന്നത് മറ്റ് ചില സൂചനകളുടെ ഒരു തുടക്കം മാത്രമാണ്. ഒരുപക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ചേർക്കപ്പെടുന്ന ഒരു 8-10 ലക്ഷം വോട്ടുകൾ അല്ലെങ്കിൽ 4-5 ലക്ഷം വോട്ടുകൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിച്ചേക്കാം. ആര് കേരളം ഭരിക്കണം എന്ന് അന്യസംസ്ഥാനക്കാർ തീരുമാനിക്കും. അങ്ങനെ വന്നാൽ അന്യസംസ്ഥാനക്കാർ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരികയും അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കേരളത്തിൻ്റെ ഭരണസാരഥ്യം കൈയാളുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകാം. മുൻപ് കർണാടകയിലൊക്കെ മലയാളി മന്ത്രിയൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ബീഹാറി മന്ത്രി കേരളത്തിനും ആകാം, അല്ലെങ്കിൽ ബംഗാളി മന്ത്രി കേരളവും ഭരിക്കാം. അതിലൊന്നും വലിയ അതിശയോക്തിയില്ല. പക്ഷേ ഇത് മറ്റൊരു സന്ദേശമാണ് നമ്മൾ മലയാളികൾക്ക് നൽകുന്നത്. മലയാളികൾ പൊതുവെ തൊഴിൽ ചെയ്യുന്നതിലൊരു ഒട്ടേറെ പ്രത്യേകതകൾ കാട്ടുന്നവരാണ്. കാരണം സ്വന്തം പുരയിടത്തിലിറങ്ങി തൂമ്പയെടുത്ത് ജോലി ചെയ്യില്ല. എന്നാൽ വിദേശങ്ങളിൽ ചെന്നാൽ ഏത് പട്ടിപ്പണിയും ചെയ്യും. അപ്പോൾ അത്തരം തൊഴിൽ സംസ്കാരത്തിന് ഇവിടെ മാറ്റം വന്നില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു വളരെ അന്യരായി പോകും. നമ്മുടെ സ്വന്തം പിറന്നു വീണ മണ്ണിൽ അന്യരായി പോകുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. വിദേശങ്ങളിലൊക്കെ പോയവർക്ക് തിരികെ വരാൻ യാതൊരുവിധ താല്പര്യവുമില്ലാതാകും. കാരണം നമ്മുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ നമുക്കൊരു പരിചയവുമില്ലാത്ത ഈ അന്യസംസ്ഥാന ജീവികളാണ്, അന്യസംസ്ഥാന ആളുകളാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ മടങ്ങി വരാൻ തന്നെ ഒരു മടിയുണ്ടാകും, അല്ലെങ്കിൽ അതിലിടപെടാനൊരു പരിമിതികളുണ്ടാകും. അങ്ങനെ ഈ നാട് ഒരു പക്ഷേ ആരുടെയൊക്കെയോ കൈകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മലയാളികൾ അവരുടെ സംസ്കൃതി വീണ്ടെടുക്കണം, സംസ്കാരം വീണ്ടെടുക്കണം. ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന ഈ വോട്ടർ പട്ടിക പുനഃപരിശോധന, പുനഃക്രമീകരണം, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. അത് ബീഹാറിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഇതിന് തൊട്ട് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. ബീഹാറിന് പുറകെ പശ്ചിമ ബംഗാളിൽ, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വോട്ടർ പട്ടികയുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ തുടരുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് പോകും. അവർക്ക് താൽക്കാലികമായി എവിടെയാണോ തൊഴിലെടുക്കുന്നത് അവിടെ ഉള്ള വോട്ടർ പട്ടികയിലേക്ക് കടന്നു വരാൻ പറ്റും. ഇതൊരു മറ്റൊരു സൂചനയാണ്. ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും, അല്ലെങ്കിൽ സർക്കാർ ഇത്ര വലിയൊരു ചതി ഈ കേരളത്തോട് ചെയ്യാൻ പോകുമ്പോഴും എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല. അവർ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്നതാണ്. സമർത്ഥമായ സാഹചര്യം ഉപയോഗപ്പെടുത്തുന്ന ഒരു കലയാണല്ലോ രാഷ്ട്രീയം. പക്ഷേ എന്തുകൊണ്ട് ഇതിനെ പ്രതിപക്ഷം എതിർക്കുന്നില്ല? പ്രതിപക്ഷം പഠിച്ച് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നില്ലല്ലോ. കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊന്ന് പരിശോധിച്ചാൽ കേരളത്തിലെ ഏത് മന്ത്രിക്കെതിരെയാണ് ഒരു അഴിമതി ആരോപണം ഇപ്പോൾ ലൈവായിട്ടുള്ളത്? സർക്കാരിൻ്റെ എന്ത് ക്രൂരതകളാണ് തുറന്നു കാട്ടുന്നത്. ചില മാധ്യമങ്ങൾ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ടുകൾ, ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൽ പോലും വലിയ അപജയം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ജേർണലിസ്റ്റും കഷ്ടപ്പെട്ടു പോയി രഹസ്യരേഖകൾ കണ്ടെടുക്കുന്നില്ല. ഒരു സ്വകാര്യതകളിലേക്കും ആരും നൂഴ്ന്നിറങ്ങും. സ്വകാര്യതകൾ വ്യക്തിപരമായിട്ടുള്ളതല്ല, സർക്കാരിൻ്റെ സ്വകാര്യതകളിലേക്ക് നൂഴ്ന്നിറങ്ങുന്നില്ല. അധികാരികൾക്കിടയിലേക്ക് വളരെ രഹസ്യമായി ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഒരു മാധ്യമ സ്ഥാപനവും കടന്നു ചെന്ന് രഹസ്യാത്മകമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നില്ല. അതിന് മാധ്യമങ്ങളുടെ ഒരു പരിമിതിയുണ്ട്. ഇന്ന് അതീവ രഹസ്യാത്മകമായ ഒരു റിപ്പോർട്ട്, അതീവ സ്ഫോടനാത്മകമായ ഒരു റിപ്പോർട്ട് ഒരു മാധ്യമം പുറത്തുവിട്ടാൽ മിനിറ്റുകൾക്കകം സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് അവരുടെ കൈവിട്ടു പോകും. അപ്പോൾ അത്രയേറെ ത്യാഗം സഹിച്ച് എക്സ്ക്ലൂസീവ് വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോൾ മാധ്യമങ്ങൾ പോകുന്നില്ല. കിട്ടുന്ന പരസ്യം സർക്കാരിനെയൊക്കെ സൂപ്പിച്ച് കിട്ടുന്നതുകൊണ്ടങ്ങ് പോകുന്നു.
അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷവും ആ ഒരു ട്രാക്കിലാണ്. കുറേ ആയി കഴിയുമ്പോൾ ജനങ്ങൾ ഭരണത്തെ എതിർക്കും, വെറുക്കും. അതുകൊണ്ട് തങ്ങൾക്ക് തുടർന്ന് ഭരണം കിട്ടുമെന്ന അവരുടെ ഒരു പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല. ഒട്ടനവധി കാരണങ്ങളുണ്ട്. മറ്റൊന്ന്, ഇപ്പോൾ ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് BJP കോർണർ ചെയ്യുന്ന ഈ ഇരട്ട വോട്ട് സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സഹോദരനൊക്കെ ഉൾപ്പെട്ട് ശരിയായിരിക്കാം, BJP അത് സമർത്ഥമായി ഉപയോഗിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിനേക്കാൾ സമർത്ഥമായി CPM ഉപയോഗിക്കുന്നതിൻ്റെ കണക്കുകൾ നേരത്തെ അടൂർ പ്രകാശും ഒക്കെ പുറത്തുവിട്ടിരുന്നു, നേരത്തെ ആറ്റിങ്ങൽ സംബന്ധിച്ച് മറ്റും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇരട്ട വോട്ട് മാത്രമല്ല, ഈ വോട്ടുകളുടെ പുനഃക്രമീകരണം CPM വല്ലാതെ ചെയ്യുന്നുണ്ട്. അതിനൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല വേണ്ട വിധത്തിൽ. അതായത് ഇപ്പം തിരുവനന്തപുരത്തെ ഒരു മണ്ഡലത്തിൽ ഒരു പ്രത്യേക പാർട്ടിക്ക് ഒരു 50,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്കത് കൺസോളിഡേറ്റഡ് വോട്ടാണ്, ജയിക്കും. അതിൻ്റെ അകത്തൊരു 25,000 വോട്ട് 2,000-നും 3,000-നും ഒക്കെ എതിർ സ്ഥാനാർത്ഥി ജയിക്കുന്ന മറ്റ് നിയോജക മണ്ഡലങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. നേരത്തെ വളരെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5,000 വോട്ട് തൊട്ടടുത്ത് സംശയമുള്ളൊരു മണ്ഡലത്തിലേക്ക് മാറ്റാൻ പറ്റും. അവിടുത്തെ വാടക വീടുകൾ കാണിച്ച് വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുക, ഇവിടുന്ന് വോട്ടർ പട്ടികയിൽ കുറയ്ക്കാം, ഇരട്ട വോട്ട് പോലും വേണ്ട. അങ്ങനെ വന്നാൽ ആ മണ്ഡലങ്ങളുടെ വിജയം കൂടി അവർക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇന്ന് ഈ ആധുനിക സംവിധാനങ്ങളുള്ള കാലഘട്ടത്തിൽ ഒരു 50,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 10,000 വോട്ടുകളൊന്നും കൺസോളിഡേറ്റ് ചെയ്തെടുക്കാൻ പ്രയാസമില്ല. അപ്പോൾ ഇത് ട്രേഡിംഗ് ആണ്. എല്ലാത്തിനും നെറ്റ്വർക്ക് ഏജൻസികളുണ്ട്, സംവിധാനങ്ങളുണ്ട്, മാനേജ്മെൻറ്റ് ടീംസ് ഉണ്ട്. ഈ വാർഡ് തലത്തിൽ പെയ്ഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് എന്നൊന്നും പറയത്തില്ല, പെയ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ തലങ്ങളിലേക്കൊക്കെ കോൺഗ്രസിനും UDFനും കടന്നു വരാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത തവണയും തുടർഭരണം LDFന് പോകും. കാരണം ഇപ്പോൾ വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ഇതൊന്നും ജനങ്ങളുടെ ഇംഗിതമല്ല. നമ്മൾ മലയാളികളിൽ 1/3 പേർ വോട്ട് ചെയ്യാൻ പോകുന്നില്ലെങ്കിൽ, 1/3 ആളുകൾ വോട്ട് ചെയ്യാൻ അവിടെ എത്തുന്നില്ലെങ്കിൽ, ഈ അന്യസംസ്ഥാനക്കാരുടെയും ഈ വോട്ടിംഗ് റീഷെഡ്യൂളിങ്ങിലൂടെയും വിജയം നമുക്ക് എളുപ്പം മാനേജ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണല്ലോ. ഞാനിതെല്ലാം അങ്ങ് വിശദമാക്കത്തില്ല, വളരെ ചെറിയ സൂചനകൾ മാത്രമാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. അതായത് പൗരത്വ ഭേദഗതി നിയമത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു സംസ്ഥാനം, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം നമ്മുടേത് തന്നെയാണ്. ശരിക്കും ആ ഒരു അത് നടപ്പിലാകേണ്ടതല്ലേ? കാരണം ഇന്ത്യക്കാരാരാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശി ആരാണ് എന്ന് തിരിച്ചറിയപ്പെടാത്ത ഒരു കാലം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ഈ ഓരോ സംസ്ഥാനങ്ങളെയും സംബന്ധിച്ചുണ്ടാകുന്ന പ്രതിസന്ധി അതിരൂക്ഷമായി മാറില്ലേ? എന്തായാലും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഒരു കാലഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലെ CPM പാർട്ടിയായിരുന്നു. അന്ന് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരുടെ വോട്ടുകളാണ് CPM പാർട്ടിക്ക് ഏറ്റവും വലിയ കരുത്തായത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. 1971 കാലഘട്ടത്തിൽ വലിയ തോതിൽ അന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയ ഏകദേശം 1 കോടി അഭയാർത്ഥികളുണ്ട്. അവയിൽ ബഹുഭൂരിപക്ഷവും പിന്നീട് മടങ്ങിപ്പോയിട്ടില്ല. അവരെയൊക്കെ അന്ന് പശ്ചിമ ബംഗാളിൽ പാർപ്പിച്ച് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അവരെ തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റാൻ അന്ന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കാലാന്തരത്തിൽ ഈ കാലത്തിൻ്റെ ഘടികാര സൂചിക പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ കേരളത്തിൽ CPMന് ഇതേ തന്ത്രത്തിലൂടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വോട്ട് അവരുടെ പെട്ടിയിലാക്കി അതിന് നേട്ടം കൊയ്യാൻ സാധിക്കുന്നു. അപ്പോൾ പൗരത്വ ഭേദഗതിയെ എതിർത്ത CPM ഇപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറിയിരിക്കുന്നു. അന്ന് പൗരത്വ ഭേദഗതിയെ നഖശികാന്തം എതിർത്തതിന് പിന്നിൽ ഇത്തരം ചില ഗൂഢാലോചനകളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ കാലം നമ്മോട് പറഞ്ഞു തരുന്നത് അത്തരം ചില സൂചനകളാണ്. അന്ന് പൗരത്വ ഭേദഗതി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് നിന്ന് അംഗീകരിച്ച് നടപ്പിലാക്കേണ്ടതായിരുന്നു. അന്ന് കോൺഗ്രസ് അതിൽ ഇരട്ടത്താപ്പ് കാട്ടി, അതിലവർ പശ്ചാത്തപിച്ചേ തീരൂ. കാരണം ഇന്ന് BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞത് പലതും ഇപ്പോൾ ആ രാഷ്ട്രീയ അജണ്ടയ്ക്കപ്പുറം വോട്ട് തട്ടിപ്പിനുള്ള മാർഗമായി മാറുമ്പോൾ അതൊക്കെ കൂടുതൽ ഗൗരവത്തോടെ ഇന്ത്യയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതായിരുന്നു. പിന്നെ ചോദിക്കാനുള്ളൊരു കാര്യം, അതായത് ഈ ലഹരിയുടെ ഒഴുക്ക് അതിൽ അതായത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ട ഈ പാൻ മസാല പോലെയുള്ള ഈ സാധനങ്ങളുടെ ഒരു വലിയ ഒഴുക്കിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇതിനെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഒരു സംരംഭം തുടങ്ങാൻ ചെല്ലുമ്പോൾ അത് ചുവപ്പ് നാട കാട്ടി ഓടിച്ചു വിടുന്ന ഈ സർക്കാർ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇടങ്ങളിൽ ഒരു നിയമവും ബാധകമാക്കുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മലയാളികളോട് ഈ സർക്കാർ ചെയ്യുന്ന ചതി തന്നെയല്ലേ? അല്ല, അന്യസംസ്ഥാന സംരംഭകരെ സംബന്ധിച്ച് അവർക്ക് GST വേണ്ട, അവർക്ക് ലൈസൻസുകളൊന്നും വേണ്ട.
അവർക്ക് എവിടെയെങ്കിലും അവരുടെ ഒരു വിൽപ്പനശാല ഇട്ടാൽ മതി. അതിനി ഹോട്ടലാവാം, അല്ലെങ്കിൽ തട്ടുകടയാവാം, അല്ലെങ്കിൽ ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റ് ആകാം. അതൊക്കെ കണ്ടുപിടിച്ച് ഇവരെ ഓടിക്കുമ്പോൾ അവർ ഓടി അടുത്ത ജംഗ്ഷനിൽ പോയി അടുത്ത കട തുടങ്ങും. അവർക്കതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതല്ല. ഇവിടെ ഹൈജീൻ എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് മലയാളികൾ. ഇപ്പോൾ മലയാളികൾ കഴിക്കുന്ന ഭക്ഷണം അത് ഭൂരിപക്ഷവും ഉണ്ടാക്കുന്നത് യാതൊരുവിധ വ്യക്തി ശുചിത്വവും സൂക്ഷിക്കാത്ത ഈ അന്യസംസ്ഥാനക്കാരാണ്. അവരെ ആരോഗ്യവകുപ്പ് നിയന്ത്രിക്കുന്നില്ല, കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നില്ല. ഇന്ന് ഹോട്ടലുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. പക്ഷേ ഇത്ര ഹെൽത്ത് കാർഡ് സംവിധാനമൊന്നുമില്ല. മാരകമായ പല അസുഖങ്ങളും പിടിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ, പകർച്ചവ്യാധികൾ പിടിച്ചവരുണ്ട്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. മലയാളികൾ ഒരുപക്ഷെ വലിയ രോഗവാഹകരാകുന്നതിന് പിന്നിൽ ഇത്തരം ചില അപകട സൂചനകളുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയവും വോട്ട് ബാങ്കും ഇവിടുത്തെ മുതലാളിത്ത വ്യവസ്ഥയും ഒപ്പം ഈ ശുചിത്വവും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. വലിയൊരു വിഷയം തന്നെയാണിത്. ഈ വിഷയത്തിൻ്റെ വളരെ പരന്ന തലങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കണം, ആഴത്തിലുള്ള ചില റിപ്പോർട്ടുകൾ അവതരിപ്പിക്കണം. ഏറെ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട് ഇവിടെ. അന്യ സംസ്ഥാന തൊഴിലാളികളെ അതിഥികൾ എന്ന് വിളിക്കണമെന്ന് ഉപദേശിക്കുന്ന ഒരു ഭരണകൂടമുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷെ അതിൻ്റെ ഗുണഭോക്താക്കളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ പരിപോഷിച്ച് നിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ അവരെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. അതിൻ്റെ ഭീതിതമായ അവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും മലയാളികൾ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തിയില്ലെങ്കിൽ, ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ സ്വന്തം മണ്ണിൽ നിന്ന് നമ്മൾ അടിച്ചിറക്കപ്പെടുന്ന ഒരു അവസ്ഥ അധികം വിദൂരമല്ല എന്നാണ് പറയാനുള്ളത്. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം. ഭയം വേണ്ട, ജാഗ്രത മതി. നമസ്കാരം. നമസ്കാരം.